Good afternoon to all. Today I am going to teach succession of partnership interest, liability of former partner, right of former partner, transfer of partnership. First we start with the cessation of partnership interest. A person may cease to be a partner of LLP in accordance with the agreement with the other partners. അതായത് എപ്പോഴും ഏതൊക്കെ കേസിലാണ് ഒരു പാർട്ട്ണർ ആ LLPന്ന് റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്നാണ് റിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെന്ന് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് അനുസരിച്ച് അയാൾ റിസൈൻ ചെയ്യണം. എ പേഴ്സൺ മേ സീസ് ടു ബി എ പാർട്ട്ണർ ഓഫ് LLP ഇൻ അക്കോർഡൻസ് വിത്ത് ദി എഗ്രിമെൻറ്റ് വിത്ത് ദി അതർ പാർട്ട്നേഴ്സ്. ആ എഗ്രിമെൻറ്റ് അനുസരിച്ച് എന്നാണോ അയാൾ റിസൈൻ ചെയ്യേണ്ടത് ആ ദിവസം അയാൾ റിസൈൻ ചെയ്യണം. ഇൻ ദ ആബ്സെൻസ് ഓഫ് എഗ്രിമെൻറ്റ് വിത്ത് ദി അതർ പാർട്ട്നേഴ്സ് ആസ് ടു ദി സെസഷൻ ഓഫ് ബീയിങ് എ പാർട്ട്ണർ ബൈ ഗിവിംഗ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ഓഫ് നോട്ട് ലെസ് ദാൻ 30 days ടു അതർ പാർട്ട്നേഴ്സ് ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു റിസൈൻ ആസ് പാർട്ട്ണർ. നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നു, അതായത് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇപ്പോൾ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻ ആബ്സെൻസ് ഓഫ് എഗ്രിമെൻറ്റ് വിത്ത് ദി അതർ പാർട്ട്നേഴ്സ് ഈ LLPയിലെ പാർട്ട്ണർക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ ആ കാര്യം 30 daysന് ഉള്ളിൽ നോട്ട് ലെസ് ദാൻ 30 daysന് ഉള്ളിൽ അയാളുടെ ഇൻറ്റൻഷൻ മറ്റു പാർട്ട്നേഴ്സിനെയും കൂടി ഇൻഫോം ചെയ്യണം. ദ അതർ പാർട്ട്നേഴ്സ് ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു റിസൈൻ ആസ് പാർട്ട്ണറായിട്ട് റിസൈൻ ചെയ്യാനുള്ള താല്പര്യം 30 daysനുള്ളിൽ ബാക്കി പാർട്ട്നേഴ്സിനെ ഇൻഫോം ചെയ്യണം. ദ പേഴ്സൺ സീസ് ടു ബി എ പാർട്ട്ണർ ഷാൽ ഫയൽ എ നോട്ടീസ് വിത്ത് ദി രജിസ്റ്റർ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് സീസ് ടു ബി എ പാർട്ട്ണർ. അതായത് പാർട്ട്ണർഷിപ്പ് സീസ് ചെയ്ത് കഴിഞ്ഞ് 30 daysനുള്ളിൽ ആ കാര്യം രജിസ്റ്ററിനെ ഇൻഫോം ചെയ്യണം. Fourth point, the person shall cease to be a partner in the following circumstance also. ഇപ്പം നമ്മൾ പറഞ്ഞു, അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ആ പാർട്ട്ണർ എത്ര നാൾ LLPയിലെ പാർട്ട്ണർ ആയിരിക്കുന്നു എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിട്ടു നിൽക്കണം, LLPയുടെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് മാറണം. ഇപ്പോൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്നാണോ താല്പര്യം അതിന് മുമ്പ് 30 ദിവസം മുമ്പ് ആ കാര്യം ഇൻഫോം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് LLPയുടെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ 30 daysനുള്ളിൽ ആ കാര്യം രജിസ്ട്രാറിനെ ഇൻഫോം ചെയ്യണം. ഇപ്പോൾ ഈ കേസിലല്ലാണ്ട് വേറെ കേസുകളിലും നമുക്ക് ഒരു പാർട്ട്നേഴ്സിനെ LLPന്ന് മാറേണ്ടി വരും. എങ്ങനെയുള്ള കേസിൽ ഓൺ ഹിസ് ഡെത്ത് ഓർ ഡിസൊല്യൂഷൻ ഓഫ് ദി LLPയിലെ പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ആ LLP ഡിസൊല്യൂഷൻ ചെയ്തു കഴിഞ്ഞാലോ അയാൾ പിന്നെ ആ LLPയിലെ പാർട്ട്ണർ ആയിരിക്കില്ല. സെക്കൻഡ് പോയിന്റ്, ഇഫ് ഹീ ഈസ് ഡിക്ലയർഡ് ടു ബി ഓഫ് അൺസൗണ്ട് ബൈ ദ കോർട്ട്. അതായത് നമ്മുടെ കോടതി പറയാണ് ഒരു ഇൻഡിവിജ്വൽ അൺസൗണ്ട് മൈൻഡാന്ന് പറയണമെങ്കിൽ അയാൾക്കും ആ LLPയിലെ പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, ഇഫ് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജഡ്ജ്ഡ് ആസ് ആൻ ഇൻസോൾവെൻറ്റ് ഓർ ഡിക്ലയർഡ് ആസ് ആൻ ഇൻസോൾവെൻറ്റ്. അതായത് ഓൾറെഡി അയാളെ ഇപ്പോൾ ഇൻസോൾവെൻ്റായിട്ട് പാപ്പരയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളെ ഇൻസോൾവെൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത ഒരാളായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിവാക്കും. ദ സെസസ്ഡ് പാർട്ട്ണർ ഈസ് റെഫേർഡ് ആസ് എ ഫോർമർ പാർട്ട്ണർ. അത് ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോണവരെ നമ്മൾ ഫോർമൽ പാർട്ട്ണർ എന്നാണ് പറയുന്നത്. ദ സീസ്ഡ് പാർട്ട്ണർ ഈസ് റെഫേർഡ് ആസ് എ ഫോർമർ പാർട്ട്ണർ ഓഫ് LLP. നെക്സ്റ്റ്, അപ്പം നമ്മളോട് ഈ പോയിന്റിൽ പറഞ്ഞത് LLPയുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് ഒരു പാർട്ട്ണർ എത്ര നാൾ പാർട്ട്ണർഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലാവധി കഴിഞ്ഞാൽ അയാൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ഇപ്പോൾ LLPയുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പാർട്ട്ണർ എന്നാണ് റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് 30 ദിവസം മുമ്പ് ബാക്കി പാർട്ട്ണറിനെ ആ കാര്യം ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ രജിസ്ട്രാറിന് 30 ദിവസം കഴിയുമ്പോൾ റിസൈൻ ചെയ്തു എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യണം. അതുകൂടാതെ തന്നെ ഡെത്ത്, ഇൻസോൾവൻസി, അതുപോലെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ആ പാർട്ട്ണർഷിപ്പ് അയാളുടെ പാർട്ട്ണർഷിപ്പിൽ നിന്നുള്ള പൊസിഷൻ നിന്ന് റിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, ലയബിലിറ്റി ഓഫ് എ ഫോർമൽ പാർട്ട്ണർ. നമ്മൾ ഫോർമൽ പാർട്ട്ണർ ആരാന്ന് പറഞ്ഞു, അതായത് പാർട്ട്ണർഷിപ്പിൽ നിന്ന്
LLPയുടെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ ഫോർമൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇനി അവരുടെ ലയബിലിറ്റി എന്തൊക്കെയാണെന്നാണ്. The formal partner is to be regarded as still being a partner of LLP in relation to any person dealing with the LLP and unless, അതായത് LLP എന്ന് പോയ ആൾ പിന്നെയും നമ്മൾ LLPയിൽ തുടരുന്നെന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ unless a person has noticed that the formal partner has ceased to be a partner of LLP, അതായത് ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് LLPയിൽ നിന്ന് പാർട്ട്ണർഷിപ്പിൽ നിന്ന് പോയ കാര്യം മറ്റൊരു പേഴ്സൺ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, the person has noticed that the formal partner has ceased to be a partner of LLP. Second point, notice that the formal partner has ceased to be a partner of LLP has been delivered to the register, അല്ലെങ്കിൽ രജിസ്റ്ററിന് ഈ ഇൻഫർമേഷൻ കൊടുത്ത കാര്യം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ. The formal partner also is responsible for all the obligation of the partnership during the period of his partnership, അതായത് LLPയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള എല്ലാ ഒബ്ലിഗേഷനും ഈ ഫോർമൽ പാർട്ട്ണർ ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് എ ഫോർമൽ പാർട്ട്ണർ. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് അയാൾ റിസൈൻ ചെയ്തു പോവുകയോ LLPയിലെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കഴിയുകയോ അവരെയാണ് നമ്മൾ ഫോർമൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോർമൽ പാർട്ട്നേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്? റൈറ്റ്സ് ഓഫ് എ ഫോർമൽ പാർട്ട്ണർ. ഫസ്റ്റ് പോയിന്റ്, വേർ എ ഫോർമൽ പാർട്ട്ണർ ഓർ എ പേഴ്സൺ എൻഡേൽ ടു ഹിസ് ഷെയർ ഇൻ കോൺസിക്വൻസ് ഓഫ് ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദി ഫോർമൽ പാർട്ട്ണർ ഷാൽ ബി എൻഡേൽ ടു റിസീവ് ഫ്രം ദി LLP. അതായത് ഇപ്പോൾ ഫോർമൽ പാർട്ട്ണറുടെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസോൾവൻസി വന്നു കഴിഞ്ഞാൽ അയാൾ ആരെയാണോ ഏൽപ്പിച്ചേക്കുന്നത് അവർക്ക് ആ എമൗണ്ട് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. എന്തിനൊക്കെയുള്ള റൈറ്റ് ഉണ്ട് അയാൾക്ക്? ആൻ എമൗണ്ട് ഈക്വൽ ടു ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ഓഫ് ദി ഫോർമൽ പാർട്ട്ണർ ആക്ച്വലി മെയ്ഡ് ടു ദി LLP. LLPക്ക് അയാൾ എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുത്തേക്കണേ ആ എമൗണ്ട് കിട്ടാനുള്ളത് ലീഗൽ ഹയേഴ്സിന് ആ എമൗണ്ട് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഹിസ് റൈറ്റ് ടു ദി ഷെയർ ഇൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓഫ് ദി LLP, അതുപോലെ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റും ഈ പാർട്ട്നേഴ്സ് ഉണ്ട്. ആഫ്റ്റർ ദി ഡിഡക്ഷൻ ഓഫ് അക്യുമുലേറ്റഡ് ലോസസ് ഓഫ് LLP, പ്രോഫിറ്റിൽ നിന്ന് ലോസ് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് അയാൾക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഡിറ്റർമൈൻഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് ദി ഫോർമൽ പാർട്ട്ണർ സീസ് ടു ബി എ പാർട്ട്ണർ, അതായത് ഈ ഫോർമൽ പാർട്ട്ണർ എന്നാണ് റിസൈൻ ചെയ്യുന്നത് അന്ന് കാൽക്കുലേറ്റ് അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് അയാൾക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. A formal partner or a person entitled to his share in consequence of death or insolvency of the formal partner shall not have any right to interference in the management of LLP. ഇപ്പോൾ ഒരു പാർട്ട്ണർ LLPയിൽ നിന്ന് റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അയാൾ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് LLPയുടെ മാനേജ്മെൻറ്റിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഈ പാർട്ട്ണർ ഉണ്ടാവില്ല. അതാണ് പറയുന്നത് എ ഫോർമൽ പാർട്ട്ണർ ഓർ എ പേഴ്സൺ എൻറ്റൈൻ ടു ഹിസ് ഷെയർ ഇൻ കോൺസിക്വൻസ് ഓഫ് ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് ദി ഫോർമൽ പാർട്ട്ണർ, അതായത് ആ ഫോർമൽ പാർട്ട്ണറിൻ്റെ ഡെത്തോ ഇൻസോൾവൻസിയോ കൊണ്ട് മറ്റൊരാൾ അതിൽ ആ ഷെയറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഷെയർ ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ. അല്ലാതെ ആ LLPയുടെ മാനേജ്മെൻറ്റിൽ ഇൻ്റർഫറൻസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. നെക്സ്റ്റ്, അസൈൻമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. എങ്ങനെയാണ് നമ്മൾ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക, അസൈൻ ചെയ്യുക, അതായത് ഷെയർസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. ദ റൈറ്റ് ഓഫ് പാർട്ട്ണർ ടു എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി LLP and to receive distribution in accordance with the LLP agreement are transferable either wholly in part, provided such transfer does not cause any dislocation of partnership or dissolution and winding up of LLP. അതായത് ഈ LLPയുടെ പ്രോഫിറ്റ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഐദർ വോളി ഓർ ഇൻ പാർട്ട്, മൊത്തമായിട്ട് അല്ലെങ്കിൽ പാർട്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് LLPയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് സച്ച് ട്രാൻസ്ഫർ ഡസ് നോട്ട് കോസ് എനി അസോസിയേഷൻ ഓഫ് പാർട്ട്നേഴ്സ്, അതായത് പാർട്ട്നേഴ്സിന് ഒരു ഡിസസോസിയേഷൻ വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ LLP ഡിസൊല്യൂഷൻ ചെയ്യാത്ത രീതിയിൽ അത് വൈൻഡപ്പ് ചെയ്തു പോകാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നുകൂടി നോക്കാം. ദ റൈറ്റ് ഓഫ് എ പാർട്ട്ണർ ടു എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി LLP ആൻഡ് ടു സീസ്
and to receive distribution in accordance with the LLP agreement are transferable either wholly or in part, provided such a transfer does not cause any dislocation of partnership or dissolution and winding up of LLP. Next, but such a transfer does not give any right to the transferee or assignee to participate in the management or conduct of the activities of the LLP or access information concerning to the transactions of the LLP. അതായത് നമ്മൾ ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തി അവരെയാണ് നമ്മൾ ട്രാൻസ്ഫറി ഓർ അസൈനി എന്ന് പറയുന്നത്. ബട്ട് സച്ച് ട്രാൻസ്ഫർ ഡസ് നോട്ട് ഗീവ് എനി റൈറ്റ് ടു ദി ട്രാൻസ്ഫറി ഓർ അസൈനി അതായത് ഈ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്ന പാർട്ടിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്തിന് മാനേജ്മെൻറ്റ് ഓർ കണ്ടക്ട് ദ ആക്ടിവിറ്റീസ് ഓഫ് എൽ എൽ പിയുടെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൽ ഇടപെടാൻ അല്ലെങ്കിൽ എൽ എൽ പിയുടെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ ഇതിനൊന്നും റൈറ്റ് ആയിരിക്കില്ല പാർട്ട്നേഴ്സിന് അസൈനിക്ക്. അതായത് ആർക്കാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണേ അവർക്ക് ഉണ്ടാവില്ല. നോക്കാം, ബട്ട് സച്ച് എ ട്രാൻസ്ഫർ ഡസ് നോട്ട് ഗീവ് എനി റൈറ്റ് ടു ദി ട്രാൻസ്ഫറി ഓർ അസൈനി to participate in the management or conduct of the activities of the LLP or see or access information concerning to the transactions of LLP. LLPയുടെ ട്രാൻസാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അതിലെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനോ ഈ അസൈനി ട്രാൻസ്ഫറിക്ക് പോസിബിൾ അല്ല. അപ്പോൾ അസൈൻമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പാർട്ട്ണർഷിപ്പ് റൈറ്റിൽ പറഞ്ഞത് ഒരു ട്രാൻസ്ഫർ ചെയ്യാം എൽ എൽ പിയിലെ പാർട്ട്ണറിൻ്റെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിക്ക് അസൈനിക്ക് ആ പാർട്ട്ണർഷിപ്പിൻ്റെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അവിടുത്തെ ട്രാൻസാക്ഷൻസിൽ ഇടപെടാനോ അതുപോലെ അവിടുത്തെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. Next, the following entities and or persons can be a partner in the LLP. LLPയിൽ ആർക്കൊക്കെ പാർട്ട്നേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യാം? ആൻഡ് LLP ഇൻകോപ്പറേറ്റ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഒരു LLP ഇന്ത്യയിലും അതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു ഇൻഡിവിജ്വലിന് പാർട്ട്ണറാവാം. സെക്കൻഡ്, എ കമ്പനി ഇൻകോപ്പറേറ്റ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഒരു കമ്പനി അത് ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തൊരു കമ്പനിക്കും LLPയിലെ പാർട്ട്ണറാവാം. തേർഡ്, ഇൻഡിവിജ്വൽസ് റിസൈഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ റിസൈൻ ചെയ്ത പാർട്ടിയോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ റിസൈൻ ചെയ്തൊരു പാർട്ടിക്കോ ഒരു LLPയിലെ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആർക്കാണ് ഒരു LLPയിലെ പാർട്ട്ണറാവാം? ആൻഡ് LLP ഇൻകോപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. സെക്കൻഡ്, ദ കമ്പനി ഇൻകോപ്പറേറ്റഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. തേർഡ്, ഇൻഡിവിജ്വൽസ് റിസൈഡ് ഇൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ. Next, an individual shall be capable of becoming a partner in limited liability partnership if എങ്ങനെയുള്ള കേസുകളിലുള്ള പാർട്ട്നേഴ്സിനാണ് LLPയിലെ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്? ഹി ഹാസ് ബീൻ ഫൗണ്ട് ടു ബി ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ ദ കോർട്ട് ഓഫ് കോമ്പിറ്റൻറ്റ് ജുഡിക്ഷൻ ആൻഡ് ദ ഫൈൻഡിങ് ഈസ് ഇൻ ഫോഴ്സ്. അതായത് ഒരു ഇൻഡിവിജ്വൽ അൺസൗണ്ട് മൈൻഡായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലിന് LLPയിൽ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് പോയിന്റ്, ഹി ഈസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. അതായത് ഒരു ഇൻസോൾവെൻ്റ് ആയെന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ആൾ. തേർഡ് പോയിന്റ്, ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ആസ് എൻ ഇൻസോൾവെൻറ്റ് ആൻഡ് ഹിസ് അപ്ലിക്കേഷൻ ഈസ് പെൻഡിങ്. അയാൾ ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തേക്കാണ്, പക്ഷേ ആ അപ്ലിക്കേഷൻ എന്താണ്, പെൻഡിങ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിലും ആ പാർട്ട്ണർക്ക് LLPയിൽ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. First point, he has been found to be of unsound mind by a court of competent jurisdiction and finding in force. Second, he is an undischarged insolvent. Third, he has been applied to be adjudicated as an insolvent and his application is pending. അപ്പോൾ ആർക്കൊക്കെ ഒരു പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാം? ആൻഡ് LLP incorporate in and outside India.
Second, a company incorporated in and outside India. Third, individuals reside in and outside India. ഇവർക്കൊക്കെ ഒരു പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാം. പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് ആർക്കൊക്കെയാണ്? ഇപ്പോൾ ഒരു പേഴ്സൺ അൺസൗണ്ട് മൈൻഡായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ പെൻഡിങ് ആണെങ്കിൽ അവരും LLPയിലെ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് എ ഡെസിഗ്നേറ്റഡ് a formal partner. Second point, explain about cessation of partnership interest. Okay, thank you.